ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് വളരെ രുചികരമായ വളരെ ക്രിസ്പിയായ ഒരു ഉള്ളിവട എങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാം എന്ന റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉള്ളിവട തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 5 സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 സവാളയാണിത്, ഇത്തിരി വലിയ സവാളയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് സവാള നന്നായിട്ട് ആ ഉപ്പതിൽ മിക്സ് ചെയ്യുന്ന തരത്തിൽ നന്നായിട്ട് അതൊന്ന് ഞെവിടി ചേർക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ നന്നായിട്ടതൊന്ന് ഇളക്കി ചേർക്കുക. ആ ഉപ്പൊക്കെ അതിലൊന്ന് നന്നായിട്ട് പിടിക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്കതവിടെ വെച്ചിരിക്കാം. അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇനി നമുക്ക് ഞാൻ ഓരോ കപ്പ് മൈദയും 1 കപ്പ് കടലമാവും എടുത്തിട്ടുണ്ട്. പക്ഷേ 1/2 കപ്പ് വീതമേ ചേർക്കുന്നുള്ളൂ. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ 1/2 കപ്പ് കടലമാവും ചേർത്തു. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കടലമാവ്, ഇത് നമുക്ക് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് ഒരു നിറം വേണമല്ലോ, അതുകൊണ്ട് ഒരു 2 ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ചേർക്കണം. നന്നായിട്ട് ഇളക്കി ചേർക്കണം, കാരണം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. ആ കടലമാവ്, മൈദാമാവ്, പിന്നെ നമ്മുടെ സവാള, പിന്നെ നമ്മൾ ചേർത്ത ഈ പൊടി എല്ലാം കൂടെ നന്നായിട്ടതൊന്ന് കുഴച്ച് ചേർക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം സവാളയിൽ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടതൊന്ന് ഇളക്കി ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് ആ മാവ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ വട ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ടോ, ഒന്ന് ബോളാക്കിയിട്ട് തള്ളവിരൽ വെച്ച് അതൊന്ന് പരത്തി കൊടുത്താൽ മതി. കണ്ടോ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിങ്ങനെ പരത്തി എടുക്കുകയാണ്. ആ ബോളായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാനതിങ്ങനെ പരത്തി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ പാത്രത്തിലെ എണ്ണയുടെ അളവിനനുസരിച്ച് നമുക്കത് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു സ്നാക്കാണ്. ചായ തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിവട റെഡി ആയിരിക്കും. സവാള സ്ലൈസ് ചെയ്യുന്ന ഒരു മെനക്കേട് മാത്രമേ ഇതിലുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും. വളരെ രുചികരവുമാണ്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഹെൽത്തിയുമാണ്. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ആരോഗ്യപ്രദമായ ഒരു സ്നാക്കാണ് നമ്മുടെ ഉള്ളിവട. അപ്പോൾ നമ്മുടെ ഉള്ളിവടയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറു തീയിൽ ഇട്ട് വേണം, കാരണം അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ചെറിയ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. മാവ് ഒരുപാടാകരുത്. മാവ് ഒരുപാടായാലും ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം ഞാനീ പറഞ്ഞ കണക്കിന് എടുത്തോണ്ടാൽ മതി. 5 സവാളയ്ക്ക് 1/2 കപ്പ്. ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ കപ്പിന് തന്നെ വേണം. മൈദയും കടലമാവും ഈക്വൽ ആയിരിക്കണം. അപ്പം നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കിത് കോരി എടുക്കാം. കോരി ഞാനിവിടെ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ ടിഷ്യൂ പേപ്പറിൽ എണ്ണ അങ്ങ് പിടിച്ച് വെക്കോളുമല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ആദ്യ ട്രിപ്പ് ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും റെഡിയായി. അപ്പോൾ അത് ഞാൻ കോരിയെടുത്തു. അപ്പോൾ എന്തായാലും വളരെ രുചികരമായ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ചായക്കടയിൽ നിന്നും തട്ടുകടയിൽ നിന്നും ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ളിവട നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.